Dear students, welcome to the new class, Radioactivity. Nuclei എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ആണ് റേഡിയോ ആക്ടിവിറ്റി. കെമിസ്ട്രിയിൽ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി സ്വാഭാവികമായും പഠിച്ചിട്ടുണ്ട്. ഹെൻറി ബെക്ക്വേലാണ് റേഡിയോ ആക്ടിവിറ്റി ആദ്യമായി കണ്ടെത്തുന്നത്. യുറാനിയം പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വൈറ്റ് ലൈറ്റിൽ ഇല്ലുമിനേഷൻ നടത്തിയതിനു ശേഷം, പ്രകാശത്തിൽ തുറന്നു വെച്ചതിന് ശേഷം അദ്ദേഹം ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ്, സിൽവർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഫോട്ടോഗ്രാഫി പ്ലേറ്റിന്റെ അടുത്ത് വെച്ച് കുറച്ച് സമയങ്ങൾക്ക് ശേഷം എടുത്തു നോക്കിയപ്പോൾ, അവിചാരിതമായി സംഭവിച്ചതാണ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം എടുത്തു നോക്കിയപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഡെവലപ്പ് ചെയ്തതായിട്ട് അദ്ദേഹത്തിന് കണ്ടു. എന്തുകൊണ്ടാണ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഈ ഡെവലപ്മെന്റ് വന്നത്, എന്തുകൊണ്ടാണ് വൈറ്റ് സ്പോട്ടുകൾ വന്നത് എന്നുള്ള അന്വേഷണമാണ് ഈ മെറ്റീരിയലിൽ നിന്ന് ചില അൺനോൺ പാർട്ടിക്കിൾസ്, റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അൺസ്റ്റേബിൾ ആയ ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില റേഡിയേഷൻസിനെ, ചില പാർട്ടിക്കിളുകളെ പുറത്തുവിടുന്ന ഫിനോമിന കാണിക്കുന്നുണ്ട് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തി. That phenomena is known as radioactivity. Actually, it is a spontaneous process, continuous process. In that continuous process, unstable nucleus emits certain type of radiations. The study of radiations show that there are mainly three types of radiations are emitted. One is positively charged alpha particle, the second one is negatively charged beta particles, and the third one is no charge, only energy radiation, which is known as gamma radiation. പ്രധാനമായിട്ടും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് മൂന്ന് ടൈപ്പിലുള്ള റേഡിയേഷൻ ആണ് പുറത്തു വിടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ നമുക്കറിയാം. ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻ ആണ് പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ ഹെൻറി ബെക്ക്വേൽ കണ്ടെത്തിയ ഈ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി ചോദിച്ചാൽ, it is a spontaneous disintegration. Disintegration means decreasing with emission energy. It is a spontaneous disintegration of an unstable nucleus. How this is happening? With the emission of energy. The spontaneous disintegration of an unstable nucleus with the emission of radiations of energy to become, to become a stable nucleus is known as radioactivity. It is invented by Henry Becquerel. റേഡിയോ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ ന്യൂക്ലിയസുകൾ എത്തിച്ചേരുന്നത്, ന്യൂക്ലിയസിൽ നിന്നാണ് റേഡിയേഷൻസ് പുറത്തു വരുന്നത് കേട്ടോ. ന്യൂക്ലിയസിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു എത്തിക്കഴിയുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയിൽ സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി. ഒരു സെക്കൻഡിൽ ഒരു ഡിസൻറ്റഗ്രേഷൻ, ഒരു ഡിക്രീസിംഗ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന യൂണിറ്റ് നമ്മൾ ഒരു ബെക്യുറേൽ എന്നാണ് പറയുന്നത്. 1 disintegration per second. ഒരു സെക്കൻഡിൽ ഒരു ഡിസൻറ്റഗ്രേഷൻ. അതേസമയത്ത് 3.7 into 10⁻10 ഡിസൻറ്റഗ്രേഷൻസ് ഒരു സെക്കൻഡിൽ നടത്തുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ക്യൂറി എന്ന് പറയുന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യാറ്, 1 CI. ചിലപ്പോൾ റുദർഫോർഡ് എന്നുള്ള യൂണിറ്റ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയുടെ ഡിസൻറ്റഗ്രേഷൻ പറയാൻ യൂസ് ചെയ്യാം. 10⁻6 ഡിസൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 10⁻6 ഡിസൻറ്റഗ്രേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു റുദർഫോർഡ് എന്നും, 3.7 into 10⁻10 ഡിസൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യൂറി എന്നും, വെറും ഒരു ഡിസൻറ്റഗ്രേഷൻ ആണ് ഒരു സെക്കൻഡിൽ നടത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു ബെക്യുറേൽ എന്നുമാണ് വിളിക്കാറുള്ളത്. റേഡിയോ ആക്ടിവിറ്റി നടത്തപ്പെടുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ചില പ്രത്യേക നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ന്യൂക്ലിയസുകൾ റേഡിയേഷൻസ് പുറത്തുവിടുന്നതിന് ചില നിയമങ്ങളുണ്ട്. They are known as the laws of റേഡിയോ ആക്ടിവിറ്റി. എന്താണ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് തുടങ്ങുന്നത്. The laws of radioactivity, the first one is radioactivity process. During this process, either an alpha particle or a beta particle is emitted, but they are not emitted simultaneously. ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ, റേഡിയോ ആക്ടിവിറ്റി ഒരു ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു ആൽഫ പാർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനെയോ പുറത്ത് വിട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. Then after this emission, gamma radiations are emitted. ഇതിന് ശേഷം മാത്രമായിട്ട് സെക്കൻഡറി ആയിട്ട് ഗാമ റേഡിയേഷൻസിനെ പുറത്തു വിടുക.
ഇത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഒന്നാമത്തെ ലോ ആയിട്ട് പറയുന്നതാണ്. either an alpha particle or a beta particle is emitted, but they are not emitted simultaneously. After this emission, gamma radiations are emitted. But this is not the important law of radioactivity. Which one is the second? റേഡിയോആക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന ലോ ആണ്, വിച്ച് ഈസ് നോൺ ആസ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. നോക്കൂ, ഒരു റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് ഏത് സമയത്ത് ഏത് പാർട്ടിക്കിൾ പുറത്തു വരുമെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി എ പ്രോബബിലിറ്റി. അപ്പൊ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തുടങ്ങുമ്പോഴുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം, when the counting is started, that is t equal to 0, the number of particles is taken to the n0. തുടക്കത്തിൽ ആ പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഉള്ളിലുള്ള എണ്ണം n0 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ, കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുന്ന സമയത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണെങ്കിൽ, ഒരു റേഡിയോ ആക്റ്റീവ് പ്രോസസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണെങ്കിൽ, the law states that the rate of disintegration, radioactive law ആണ്, radioactivity law, law of disintegration എന്ന് പറയും. The rate of disintegration, that is dN by dt, is directly proportional to the number of atoms present, number of nucleons present at that time. ആ സമയത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ദാറ്റ് ഒബ്സർവിംഗ് ടൈം, നോട്ട് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് അറ്റ് ദ ടൈം t equal to 0. തുടക്കത്തിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ ഒരു ഡിസന്റഗ്രേഷൻ നോക്കി കാണുമ്പോൾ അതിന്റെ റേറ്റ് തീരുമാനിക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര പാർട്ടിക്കിൾ ഉണ്ട്, പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഡിസന്റഗ്രേഷൻ കൂടുതലായിരിക്കും, റേറ്റ് കൂടുതലായിരിക്കും. Rate of disintegration is directly proportional to number of particles present at that instant only, not the initial number of particles. ശ്രദ്ധിക്കണം. That means dN by dt equal to a constant into n. That constant is come along with the negative sign because disintegration process going on, number of particles decreasing. Actually, this is a constant which is known as decay constant. ഒരു സാമ്പിൾ അതിന്റെ 36.7% എത്താൻ വേണ്ട സമയമാണ് അത് ശരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഡികേ കോൺസ്റ്റന്റ്. സോ റേറ്റ് ഓഫ് ഡിസന്റഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ അറ്റ് പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം, ദാറ്റ് ഈസ് dN by dt equal to minus lambda into n, where n is the number of particles present at that instant. This is the second law. Rate of disintegration is directly proportional to the number of particles present at that instant. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡിക്കേലോടെ യഥാർത്ഥ ഫോമിലേക്ക് നമുക്ക് എത്താം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 1/n into dN is equal to minus lambda into dt എന്ന രൂപത്തിൽ കിട്ടും. ഓക്കെ, ഇന്റഗ്രേഷൻ നടത്തുമ്പോഴുള്ള ചില റൂളുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരു കോൺസ്റ്റന്റ് വരും. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ കണ്ടെത്തുക. ഒരു കോൺസ്റ്റന്റിന് എപ്പോഴും അതിന്റെ വില സെയിം ആയിരിക്കും. ഇപ്പൊ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റുകളുടെ വില കണ്ടെത്തുക ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് പറയാം. ഇനീഷ്യൽ ടൈമോ ഫൈനൽ ടൈമോ എന്നുള്ള രീതിയിൽ എടുത്തിട്ട്, ഇപ്പൊ t equal to 0 എന്ന് പറഞ്ഞെടുത്താൽ കോൺസ്റ്റന്റിന് ഏത് സമയം എടുത്താലും കോൺസ്റ്റന്റ് ഫിക്സഡ് വിലയാണ്. ഇപ്പൊ t equal to 0 സമയത്ത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ ഇക്വേഷന്റെ ചുരുങ്ങും ചിലപ്പോൾ കോൺസ്റ്റന്റ് വില മാത്രമായിട്ട് കിട്ടും. അങ്ങനെ സമയത്തിന് ചില പ്രത്യേക വിലകൾ കൊടുത്ത് നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടെത്തുന്നതിനാണ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷൻ, നാച്ചുറൽ ലോഗ് ഉണ്ട്. നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് ലോഗരിതമാണ്. ഇങ്ങനെ എഴുതിയാൽ 10 ബേസ് ലോഗരിതമാണ്. രണ്ട് തരത്തിലുള്ള ലോഗരിതം. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്സ് ഉണ്ട്. നാച്ചുറൽ ലോഗരിതത്തെ 10 ബേസ് ലോഗരിതത്തിൽ മാറ്റണമെങ്കിൽ 2.303 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഗുണിക്കണം. ലോഗരിതത്തിന്റെ റൂള് ലോഗ് a ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ എന്നാണ് മാത്തമാറ്റിക്സ് എഴുതേണ്ടത്. പവർ ആയത് പത്തേക്ക് ഇറക്കണം. നാച്ചുറൽ ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഇ ബേസ് ലോഗരിതമാണ് നാച്ചുറൽ ലോഗ്. അതിൽ തന്നെ ഇയുടെ ലോഗരിതം പറഞ്ഞാൽ 1 കിട്ടുള്ളൂ. അതേപോലെ ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണ്.
10 base logarithm. Natural log e raised to x എന്ന് പറഞ്ഞാൽ x natural log e എന്നാണ് എഴുതുക. പവർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. അതില് log e 1 ആയതുകൊണ്ട് log e raised to x എന്ന് പറഞ്ഞാൽ x ആണ്. ഒരു സ്ഥലത്ത് നിങ്ങൾ എക്സ്പോണൻഷ്യൽ വരുത്തുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ നാച്ചുറൽ ലോഗ് ഇ റൈസ് ടു എക്സ് കണ്ടപ്പോൾ നമുക്ക് എക്സിലേക്ക് കിട്ടിയപ്പോൾ അതിന്റെ എക്സ്പോണൻഷ്യൽ പോയി. അപ്പൊ പവർ നിങ്ങൾ ഇറക്കിയിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഗരിതം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ വന്നിരിക്കും അവിടെ, ഉറപ്പാണ്. ലോഗരിതം ഒരു സ്ഥലത്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ആ എഴുതിയിരിക്കുന്ന ആൾക്ക് എക്സ്പോണൻഷ്യൽ ആയിട്ട് മാറ്റി ചെയ്തിട്ടുണ്ടാവും. നമുക്കിവിടെ നോക്കാം അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഞാൻ എന്താണ് ഡികെ ലോ എന്നുള്ളത് ലോയിൽ നിന്ന് തന്നെ അതിന്റെ ഇക്വേഷനിലേക്ക് പോവാണ്. dn/dt proportional to n, dn/dt equal to minus lambda into n, where lambda is called decay constant. On rearranging I get this. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ, that means on finding the integration on both sides, I get 1/n dn, that is natural log n, that equal to lambda into t. So minus lambda പുറത്തേക്കാണ് integral dt എന്ന് പറഞ്ഞാൽ t minus lambda t plus a constant is there which is known as integration constant. How you find the value of integration constant? See, by applying boundary condition. That means when you take t equal to 0, value of constant will be same. അത് സമയം ഏതായാലും മാറാൻ പോകുന്നില്ല. പക്ഷെ when t equal to 0 you get number of particles will be number of particles at the initial time, that is n0, natural log n0. n എന്തായി മാറി? n0 ആയി when t equal to 0. കാരണം t equal to 0 ആണെങ്കിൽ n ന്റെ വില n0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. initial number of particles that equal to minus lambda into 0. അപ്പോൾ അത് 0 ആയി പോയി, പ്ലസ് c എന്ന് കിട്ടും. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് c യുടെ വില മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ കോൺസ്റ്റന്റ് വില കിട്ടി. c യുടെ വില എന്താ? log n0 ആണ്. ഈ വില നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ യു ഗെറ്റ് നാച്ചുറൽ ലോഗ് n ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് നാച്ചുറൽ ലോഗ് n0. ഈ ടൈമിന് മൊത്തം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ യു ഗെറ്റ് നാച്ചുറൽ ലോഗ് n മൈനസ് നാച്ചുറൽ ലോഗ് n0 ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ലോഗ് എ മൈനസ് ലോഗ് ബി, ഞാൻ റൂൾ അവിടെ പറഞ്ഞു, ലോഗ് എ ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരിക നാച്ചുറൽ ലോഗ് n by n0 equal to minus lambda t. എനിക്ക് നാച്ചുറൽ ലോഗിനെ ഒഴിവാക്കണം. ലോഗരിതം ഒഴിവാക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ അപ്പൊ പ്രത്യക്ഷപ്പെടും. അപ്പൊ ഇവിടെ ഞാൻ ലോഗരിതം ഒഴിവാക്കിയാൽ യു ഗെറ്റ് n by n0. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ബാക്കി വരുന്ന ടേംസിൽ എക്സ്പോണൻഷ്യലേക്ക് മാറ്റിയേ പറ്റുള്ളൂ, e raised to minus lambda. അതേപോലെ എക്സ്പോണൻഷ്യൽ ഒഴിവാക്കി ഇവിടെ എന്തും പ്രത്യക്ഷപ്പെടും? ലോഗരിതം പ്രത്യക്ഷപ്പെടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി കഴിഞ്ഞാൽ കിട്ടും. So you get n equal to n0 into e raised to minus lambda t. This is the radioactive decay equation. N equal to n0 into e raised to minus lambda t. Okay അല്ലോ. റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച് രണ്ട് നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആൽഫ പാർട്ടികളോ ബീറ്റ പാർട്ടികളോ ആദ്യം പുറത്തു വിടും, രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. അതിനുശേഷം എനർജി അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് റീഅറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് ഗാമ റേഡിയേഷനെ പുറത്തു വിടും. ഒരു റേഡിയോ ആക്റ്റീവ് ഡിസന്റഗ്രേഷന്റെ റേറ്റ് തീരുമാനിക്കുന്നത് നമ്മൾ പറയുന്ന സമയത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അല്ലാതെ തുടക്കത്തിൽ എത്ര ഉണ്ട് എന്നുള്ളതല്ല. ദാറ്റ് ഈസ് dn/dt ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു n. Decay equation can be written as n equal to n0 e raised to minus lambda t. Okay. ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തേക്ക് വരുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടുന്ന നിയമങ്ങൾ വരുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാർട്ടിക്കിൾസ് പ്രധാനമായിട്ടും ആൽഫ റേഡിയേഷൻ ഉണ്ട്, ബീറ്റ റേഡിയേഷൻ ഉണ്ട്, ഗാമ റേഡിയേഷൻ ഉണ്ട്. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിന്റെ നേർ പകുതിയായി തീരുന്ന സമയം വളരെ പ്രാധാന്യമാണ് ഉള്ള ടൈമാണ് റേഡിയോ ആക്ടിവിറ്റി. The time required to disintegrate a radioactive material to half of its initial value is known as half-life. Half-life period, and it is represented as T half. It's the time required to disintegrate
a radioactive material to half of its initial value. തുടക്കത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിക്കിളിന്റെ നേർപകുതിയായി മാറാൻ വേണ്ട സമയത്തെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. ചുരുക്കത്തിൽ ഹാഫ് ലൈഫ്. ഈ ഹാഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ സമയത്ത് നിങ്ങൾ ഈ ഹാഫ് എന്ന് രേഖപ്പെടുത്തേണ്ടി വന്നാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയേ ഉണ്ടാവുള്ളൂ? n0/2 ഉണ്ടാവും. ഓക്കെ അല്ലേ? Your decay equation is n equal to n0 into e raised to minus lambda t. At t half, that means when t equal to t half representation is coming, n equal to n0/2. That means at t half you can rewrite this equation as n0/2 equal to n0 into e raised to minus lambda into t half. Now time is replaced with half life. ഇതിൽ n0 cancel ചെയ്തു. ഈ 1/2 എന്നുള്ളതിനെ ഞാൻ തല തിരിച്ചിട്ടാൽ 2 എന്നിട്ടാൽ ഇവിടുത്തെ മൈനസ് പവർ എന്തായിട്ട് എഴുതാം? പ്ലസ് പവർ ആയിട്ട് എഴുതാം. സോ e raised to lambda t half is equal to 2. എനിക്ക് എക്സ്പോണൻഷ്യൽ എന്നുള്ളതിനെ ഒഴിവാക്കണം. എക്സ്പോണൻഷ്യൽ ഒഴിവാക്കാനുള്ള വഴി എന്താണ്? എക്സ്പോണൻഷ്യൽ ഒഴിവായാൽ ബാക്കി വരുന്ന ടേമുകൾക്ക് നാച്ചുറൽ ലോഗരിതം പ്രത്യക്ഷപ്പെടണം. ദാറ്റ് മീൻസ് നാച്ചുറൽ ലോഗരിതം 2 is equal to lambda into t half. log a to the power b റൂൾ ആണ്. ബി ഇറക്കിയിട്ട് പിന്നെ വരിക നാച്ചുറൽ ലോഗ് ഇ ആണ്. നാച്ചുറൽ ലോഗ് ഇ 1 ആണ്. അതുകൊണ്ട് അത് എഴുതാതെ വിട്ടുള്ളതാ. സോ നാച്ചുറൽ ലോഗ് 2 is equal to lambda into t half. t half is equal to natural log 2 divided by lambda. നാച്ചുറൽ ലോഗിനെ ഞാൻ 10 ബേസിലേക്ക് മാറ്റണമെങ്കിൽ എനിക്ക് 2.303 കൊണ്ട് ഗുണിക്കണം. സോ ഇറ്റ് ഈസ് 2.303 into നാച്ചുറൽ ലോഗ് 2 എന്നതിന് പകരം എനിക്ക് ഇനി 10 ബേസ് ലോഗരിതമാക്കി മാറ്റി എഴുതാം. സോ യു ഗെറ്റ് 0.693 by lambda. This is the equation of t half, 0.693 by lambda. This is the time required to disintegrate the material to half of its initial value. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഹാഫ് ലൈഫ് പീരീഡ്. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിന്റെ നേർ പകുതിയാവാൻ വേണ്ട സമയത്തെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. വേറെ ലൈഫ് പീരീഡ് ഉണ്ട്. ആണ് ആവറേജ് ലൈഫ് പീരീഡ് എന്നാണ് വിളിക്കുക. മീൻ ലൈഫ് എന്നാണ് വിളിക്കുക. അത് റെപ്രസെന്റ് ചെയ്യുന്ന ടോ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളുകളുടെയും ഡീകേ ടൈം ടോട്ടൽ ലൈഫ് സ്പാൻ കണക്കൂട്ടുക. എന്നിട്ട് പാർട്ടിക്കിളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓൺ ഫൈൻഡിങ് ദ ആവറേജ് ഓഫ് ടോട്ടൽ ലൈഫ് സ്പാൻ ഇറ്റ് ഈസ് നോൺ ആസ് മീൻ ലൈഫ് ടോ. And mean life, on finding mean life, you get the equation of mean life is 1 by lambda. So equal to 1 by lambda, but t half is equal to 0.693 by lambda. ന്യൂക്ലിയസിന്റെ ഡിസന്റിഗ്രേഷൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 3 തരത്തിലുള്ള പാർട്ടിക്കിളുകളാണ് റേഡിയേഷനിൽ നിന്ന് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ റേഡിയേഷൻ. ഒരു ന്യൂക്ലിയസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ZXA എന്ന് പറയുന്ന സിമ്പിൾ വെച്ചുകൊണ്ടാണ്. Where Z is the atomic number, X is the symbol, and A is the mass number, number of proton plus neutron. ഒരു ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയ ഒരു ന്യൂക്ലിയസ് ആൽഫ റേഡിയേഷനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുകയാണെങ്കിൽ ആ ഡീകേ വിളിക്കുന്ന പേരാണ് ആൽഫ ഡീകേ. The process in which an unstable nucleus disintegrates with the emission of alpha particle and become a stable nucleus is known as alpha decay. Unstable ആയ ഒരു ന്യൂക്ലിയസ് ആൽഫ റേഡിയേഷനെ പുറത്ത് വിട്ടുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഡീകേ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹീലിയൻ ന്യൂക്ലിയസ് ആണ്. ഇതാണ് പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഒരു ന്യൂക്ലിയസിൽ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്ന അറ്റോമിക് നമ്പർ 2 കുറയും. അപ്പൊ പുതിയ ആളുടെ അറ്റോമിക് നമ്പർ Z-2 ആണ്. അറ്റോമിക് നമ്പർ മാറി എലിമെന്റിന്റെ സിമ്പിൾ മാറും. അപ്പൊ അത് എക്സ് അല്ല, വേറെ ഏതോ ഒരു പാർട്ടിക്കിളാണ്, വേറെ ഏതോ ഒരു എലിമെന്റ്. അപ്പൊ ഞാൻ അതിന് Y കൊടുക്കണം, പുതിയ ആളെ എന്ന അർത്ഥം കൂട്ടാം. മാസ് നമ്പർ 4 കുറയും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് -4. പുറത്തേക്ക് വരുന്ന ആരാ? ഹീലിയം ന്യൂക്ലിയസ്. ഇതിന്റെ കൂടെ ഒരുപാട് എനർജിയും പുറത്തു വരും. എനർജിയെ Q എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Q is called Q value of a reaction. The energy released during alpha decay.
And this is the equation of alpha decay. Zxi gives a new nucleus, atomic number decreases by 2, mass number decreases by 4, the element is replaced with the new nucleus element, and the alpha particle is ejected. Also there is a huge amount of energy released. So this is the equation of alpha decay, where Q is called Q value, or the energy releasing in this alpha decay process. എങ്ങനെയാണ് ക്യൂ വാല്യൂ കണ്ടെത്തുക? ക്യൂ വാല്യൂനെ ഡിസഇന്റഗ്രേഷൻ എനർജി എന്ന് പറയാറുണ്ട്. ക്യൂ വാല്യൂ ഓഫ് റിയാക്ഷൻ മീൻസ്, നിങ്ങൾക്കറിയാം പാരന്റ് ന്യൂക്ലിയസും ന്യൂക്ലിയർ പ്രോസസ് നടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ഡോട്ടർ ന്യൂക്ലിയസുകളുടെ മാസ് സെയിം ആവില്ല. ഇവിടെ മാസുകൾ തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ പ്രകാരം ഈ സമയം mc² പ്രകാരം എനർജി മാറും. ഈ എനർജിയാണ് നിങ്ങൾക്ക് ക്യൂ വാല്യൂ ഓഫ് റിയാക്ഷൻ ആയി കിട്ടാൻ പോകുന്നത്. സോ ക്യൂ വാല്യൂ ഓഫ് റിയാക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, it is the mass energy difference between parent nucleus and the daughter nucleus. Mass energy, ഇവ തമ്മിലുള്ള മാസിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? മാസ് ഓഫ് x, പാരന്റ് ന്യൂക്ലിയസ് x ആണ് കൊടുത്തത്, അതിൽ നിന്നും ഈ രണ്ടുപേരുടെയും മാസിന്റെ തുക എന്ന് വെച്ചാൽ മാസ് ഓഫ് y പ്ലസ് മാസ് ഓഫ് ഹീലിയം ന്യൂക്ലിയസ് കുറയ്ക്കുക. there is a small difference. ഈ മൈനസ് ബ്രാക്കറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കൊടുക്കുക അല്ലെ. ഇത്രയും മാസിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഈ മാസിനെ c² കൊണ്ട് ഗുണിച്ചാൽ mc², ഡെൽറ്റ mc² മീൻസ് എനർജി. അപ്പൊ ഇത്രയും എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. ഈ എനർജി റിലീസ് ചെയ്യുന്നതിനാണ് Q എന്ന് വിളിച്ചത്. ഇതിന്റെ പേരാണ് ഡിസഇന്റഗ്രേഷൻ എനർജി അല്ലെങ്കിൽ Q വാല്യൂ ഓഫ് എ റിയാക്ഷൻ. സോ ഇൻ ആൽഫ ഡികേ Q വാല്യൂ ഓഫ് ദ റിയാക്ഷൻ ഈസ് മാസ് ഓഫ് പാരന്റ് ന്യൂക്ലിയസ് minus mass of the new nucleus y minus the mass of helium nucleus all into c². mass difference kandu c² കൊണ്ട് multiply ചെയ്ത് എനർജി ആയിട്ട് മാറും. The second type of emission is called beta decay. beta decay ചിലപ്പോൾ നെഗറ്റീവ് ബീറ്റ decay എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ വേറൊരു ടൈപ്പ് ബീറ്റ decay കൂടി ഉണ്ട്. എന്താണ് ഈ ബീറ്റ decay എന്ന് ചോദിച്ചാൽ, ഒരു ന്യൂക്ലിയസിൽ നിന്ന് ബീറ്റ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് അൺസ്റ്റേബിൾ ആയ ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്ന പ്രോസസ്സിന്റെ പേരാണ് ബീറ്റ ഡികേ. ബീറ്റ പാർട്ടിക്കിളിനെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ബീറ്റ പാർട്ടിക്കിളിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാണ്. ഒരു ബീറ്റ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്, -1 ഈസ് ഇലക്ട്രോൺ ആണ്, മാസ് പ്രാക്ടിക്കലി 0 എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ റേഡിയേഷൻസ് ഒക്കെ പുറത്തു വരുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുകൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജിൽ ആളുകൾ നിൽക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസിൽ നിന്നും നെഗറ്റീവ് ചാർജുള്ള ബീറ്റ റേഡിയേഷൻസ് പുറത്തു വിട്ടുകൊണ്ട് ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്ന പ്രോസസ്സിന്റെ പേരാണ് ബീറ്റ ഡികേ. ബീറ്റ ഡികേ ഇക്വേഷൻ പ്രകാരം റെപ്രസെന്റ് ചെയ്താൽ നോക്കിക്കോളാം, Zxa ഇക്വേഷൻ. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് 2He4 അല്ല, -1E0. റിയാക്ഷൻ സ്റ്റേബിൾ ആവണമെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ മാസ് നമ്പറുകൾ ഈക്വൽ ആവണം, അറ്റോമിക് നമ്പറുകൾ ഈക്വൽ ആവണം. അപ്പൊ ഇവിടെ ഒരു -1 വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ -1 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആളുടെ അറ്റോമിക് നമ്പർ എത്ര എഴുതേണ്ടി വരും? Z+1. അറ്റോമിക് നമ്പർ ഒന്നുകൂടി, ഒന്നും ഈ -1 കൂടി 0 ആകുമ്പോൾ Z ഈക്വൽ ആയി രണ്ട് സൈഡിലും, വിഷയം തീർന്നു. ഇപ്പൊ അറ്റോമിക് നമ്പർ 1 വർദ്ധിച്ചിരിക്കുന്നു. മാസ് നമ്പർ ഇയാൾക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാളുടെ മാസ് നമ്പറിൽ മാറ്റില്ല. അപ്പൊ ഒരു ന്യൂക്ലിയസ് ബീറ്റ റേഡിയേഷന് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ പുതിയ ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ 1 വർദ്ധിക്കും, മാസ് നമ്പറിൽ മാറ്റം ഉണ്ടാവില്ല. ഏത് പ്രോസസ് നടക്കുമ്പോൾ കുറച്ച് എനർജി പുറത്തേക്ക് വരും, +Q. വേറൊരു പ്രശ്നമുണ്ട്, ഈ പറയുന്ന പ്രോസസ് നടക്കുമ്പോൾ ഒരു അഡീഷണൽ പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ലാബില് ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ. മണ്ടയ്ക്കൊരു വര കൊടുത്താൽ അത് ആന്റി ന്യൂട്രിനോ ആണ്. ചാർജ് ഒന്നും അയാൾക്കില്ല, പക്ഷെ അയാൾക്ക് സ്പിൻ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. ന്യൂക്ലിയസിന്റെ പ്രോസസ് നടക്കുമ്പോൾ സ്പിന്ന് സംരക്ഷിക്കപ്പെടണം, ആകെ സ്പിന്ന്. ആ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചാർജ്ലെസ് പാർട്ടിക്കിൾ, മാസ്ലെസ് പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ പേരാണ് ആന്റി ന്യൂട്രിനോ. ഇലക്ട്രോൺസ് അഥവാ ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് വരുമ്പോൾ എപ്പോഴും ആന്റി ന്യൂട്രിനോ കൂടെ ഉണ്ടാവും, കൂടെ ഇതിന്റെ Q വാല്യൂ ഓഫ് റിയാക്ഷനും ഉണ്ടാവും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ബീറ്റ ഡികേ.
Zx gives Z plus 1 Ya minus 1 E0 plus anti-neutrino plus Q value or energy of this reaction. ഇതാണ് ബീറ്റ ഡികെയുടെ ഇക്വേഷൻ. അടുത്ത പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രധാനമായിട്ടും ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. അപ്പൊ നെഗറ്റീവ് ബീറ്റ നടക്കുന്ന സമയത്ത് 0n1 എന്ന് എഴുതി വെച്ചിരിക്കുന്ന ന്യൂട്രോൺ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്. ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ട് മാറും. പ്രോട്ടോൺ ഇലക്ട്രോണായി മാറുമ്പോൾ പ്രത്യേകം ടോട്ടൽ ചാർജ് 0 നിലനിർത്തപ്പെടും. എന്നാൽ പ്രോട്ടോണിനെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ് 1p1 മാസ് ഉണ്ടായാൽ. ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്യുക -1 മാസ് ഇല്ല 0. അതിന്റെ കൂടെ എപ്പോ ആന്റി ന്യൂട്രോൺ പുറത്തേക്ക് വരുന്നുവോ അല്ലെ എപ്പോ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നുവോ അതിന്റെ കൂടെ ആന്റി ന്യൂട്രോൺ പുറത്തേക്ക് വരും സ്പിന്നിനെ സംരക്ഷിക്കാൻ. ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂട്രോൺ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നോക്കിക്കോളൂ. 1 0 0 എല്ലാം കൂടി കൂട്ടിയ 1. ഇയാളുടെ മാസ് നമ്പർ 1 ആണ്. ഓക്കെ, നിയമപ്രകാരം പ്രശ്നമില്ല. 1 -1 ഇവിടെ 0, രണ്ടും കൂടി കൂട്ടിയാലും 0. അതുകൊണ്ട് നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു റീഅറേഞ്ച്മെന്റ് ആണ് ന്യൂട്രോൺ നടത്തുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ. അപ്പൊ ന്യൂട്രോൺ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നും ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് വരാനുള്ള കാരണം ഒരു ന്യൂട്രോൺ റീഅറേഞ്ച്മെന്റ് ആണ്. ന്യൂട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻടു പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, ഇലക്ട്രോൺ ഒക്കെ പുറത്തേക്ക് ചാടും. അതിനെയാണ് നമുക്ക് പുറത്തേക്ക് ഇടുന്നത്. ന്യൂട്രോൺ എന്തായിട്ട് മാറി? പ്രോട്ടോൺ. അപ്പൊ അറ്റോമിക് നമ്പറിലേക്ക് നോക്കി. അറ്റോമിക് നമ്പർ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക സംശയം വരും, മാസ് നമ്പറും കൂടണ്ടേന്ന്. മാസ് നമ്പർ പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടുന്നുണ്ട്, ശരിയാണ്. അപ്പൊ A+1 വരണം. പക്ഷെ ഒരു ന്യൂട്രോൺ കുറയുന്നുണ്ട്, അപ്പൊ ഒരു -1 വരും. +1 -1 അത് 0. അതുകൊണ്ട് മാസ് നമ്പറിൽ മാറ്റമില്ല. അറ്റോമിക് നമ്പർ ഒന്ന് വർദ്ധിക്കും ഡ്യൂറിങ് നെഗറ്റീവ് ബീറ്റ ഡികെ. ബീറ്റ ഡികെ എന്നാണ് നെഗറ്റീവ് ബീറ്റ ഡികെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു ടൈപ്പ് ബീറ്റ ഡികെ കൂടി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക പോസിറ്റീവ് ബീറ്റ ഡികെ എന്നാണ്. അൺസ്റ്റേബിൾ ആയ ഒരു ന്യൂക്ലിയസിൽ നിന്നും പോസിട്രോണിനെ എമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. പോസിട്രോണിനെ എമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ബീറ്റ ഡികെ. ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ബീറ്റ ഡികെ. ഈ പോസിറ്റീവ് ബീറ്റ ഡികെ ഇക്വേഷൻ ഞാൻ മാറ്റിയത് നോക്കിക്കോളൂ. പോസിറ്റീവ് ബീറ്റ ഡികെയിലെ പോസിട്രോൺ ആണ് പുറത്തേക്ക് വരുന്നത്. പോസിട്രോൺ റെപ്രസെന്റ് ചെയ്യുക +1 E0 എന്നാണ്. കൂടെ ആന്റി ന്യൂട്രിനോ അല്ല വരിക, ന്യൂട്രിനോ ആണ് വരിക. അതാണ് വ്യത്യാസം കേട്ടോ. പോസിട്രോൺ വരുമ്പോൾ ന്യൂട്രിനോ, പിന്നെ എനർജി റിലീസിങ് എന്തായാലും ഉണ്ടാവും. അറ്റോമിക് നമ്പറിൽ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ +1 E0 ആയതുകൊണ്ട് മാസ് നമ്പറിൽ ഒരു മാറ്റം സംഭവിക്കാൻ പാടില്ല. +1 ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതിന്റെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടല്ലേ ചെയ്തിട്ടുണ്ടാവുക, ഒന്ന് കുറയുക ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണത്തിലെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും. This is the equation of positive beta decay. Zxa gives Z-1 Ya. പുതിയ ന്യൂക്ലിയസ് നമ്പർ മാറിയതുകൊണ്ട് വന്നതാ. +1 E0 plus neutrino and Qi. എങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പോസിട്രോൺ ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ റീഅറേഞ്ച്മെന്റ് നടത്തുന്നത് നമ്മുടെ പ്രോട്ടോൺ ആണെന്ന് പറയുന്നത്. 1p1 ഇതാണ് പ്രോട്ടോണിന്റെ ഇക്വേഷൻ. പ്രോട്ടോൺ ഒരു ന്യൂട്രോണും അതിന്റെ കൂടെ തന്നെ ഒരു പോസിട്രോണുമായി മാറും. പോസിട്രോൺ വന്ന അപ്പം ന്യൂട്രോൺ പുറത്തേക്ക്. ടോട്ടൽ മാസ് നമ്പറും ടോട്ടൽ അറ്റോമിക് നമ്പറും നോക്കിക്കോളൂ. 1 + 0 1 ഓക്കെയാണ്. 0 + 1 1 ഓക്കെയാണ്. അപ്പൊ മാസ് നമ്പറിൽ പ്രശ്നമില്ല, അറ്റോമിക് നമ്പർ പ്രശ്നം. അപ്പൊ ഇങ്ങനെ റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഇങ്ങനെ പ്രോട്ടോൺ ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോൺ പോസിട്രോണുമായി മാറുമ്പോ പോസിട്രോണിനെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. പോസിട്രോൺ പുറത്തേക്ക് ചാടും. എനർജി റേഡിയേഷൻ തന്നെയാണ് അതുകൊണ്ടാ പോസിട്രോൺ പുറത്തേക്ക് ചാടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോട്ടോൺ മാറിയിരിക്കുന്നു. പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ സെഡിൽ നിന്ന് ഒന്ന് കുറച്ചു. പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാസ് നമ്പർ ഒന്ന് കുറയണം, -1 വരേണ്ടതാ. പക്ഷെ അപ്പൊ തന്നെ പ്രോട്ടോൺ എന്തായിട്ടാ മാറിയുള്ളത്? ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ എണ്ണം കൂടി മാസ് നമ്പറിലേക്ക് വരണം. അപ്പൊ ഒരു +1 വരും. രണ്ടും കൂടി വീണ്ടും ക്യാൻസൽ ചെയ്തു. മാസ് നമ്പറിൽ മാറ്റമില്ല. That means during positive decay there is no change in mass number, but atomic number decreases by 1 along with a particle which is known as positron and with another chargeless particle, massless particle which is known as neutrino, and the Q value of the reaction, this is known as
ബീറ്റ ഡീകെ. നോക്ക്, ഈ പ്രോസസ് ഒക്കെ ന്യൂക്ലിയസ് നടത്തുന്നത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഡീകെ ഈസ് നോൺ ആസ് ഗാമ ഡീകെ. ഗാമ ഡീകെയുടെ പ്രത്യേകത ആൽഫ ഡീകെക്കും ബീറ്റ ഡീകെക്കും ശേഷം മാത്രം നടക്കുന്ന എനർജി റീഅറേഞ്ച്മെന്റ് ആണ് ഗാമ ഡീകെ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ന്യൂക്ലിയസ്, നെയിം ഓഫ് ന്യൂക്ലിയസ്. കൊബാൾട്ട് 16 എന്ന് പറയുന്ന 27 കൊബാൾട്ട് 16 എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഒരു ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നിക്കൽ 2860 പ്ലസ് -1 പ്ലസ് ആന്റി ന്യൂട്രിനോ പ്ലസ് എനർജി ഈ രീതിയിൽ മാറിക്കഴിയുമ്പോൾ ഈ നിക്കൽ ന്യൂക്ലിയസ് ഹൈ എനർജി സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്താം, ഈ നിക്കൽ ന്യൂക്ലിയസ് അതിന്റെ ഉയർന്ന എനർജി ഗാമ റേഡിയേഷന്റെ രൂപത്തിലാണ് പുറത്തേക്ക് വിടാം. അപ്പൊ അതൊരു സ്റ്റെബിലിറ്റി ഉള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായത് എനർജി കൂടി അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. പക്ഷെ ഗാമ റേഡിയേഷന് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ന്യൂക്ലിയസിന്റെ പേരിലൊന്നും അയാൾ മാറ്റം വരുത്തില്ല. അത് 2 or 3 ഘട്ടമായിട്ട് ന്യൂക്ലിയസ് ഗാമ റേഡിയേഷനെ പുറത്തേക്ക് വിടുകയും സ്റ്റെബിലിറ്റി കൈവരിക്കുകയും ചെയ്യും. അപ്പൊ അൺസ്റ്റേബിൾ ആയ ന്യൂക്ലിയസ് തന്നെയാണ് ഗാമ റേഡിയേഷനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗാമ ഡീകെ. നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ കൊബാൾട്ട് 60 27 ഒരു ബീറ്റ പാർട്ടിക്കിളിനെ പുറത്തേക്ക് വിട്ടു. സ്വാഭാവികമായിട്ടും ഇത് 28, പുതിയ ആള് നിക്കൽ 68 മാറും. പക്ഷെ ഇയാൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളതാണ്. ഇതിൽ നിന്നും ആദ്യം ഒരു ഗാമ റേഡിയേഷനെ പുറത്തേക്ക് വിടും, ഡെഫിനറ്റ് എനർജിയിൽ വീണ്ടും ഒരു ഗാമ റേഡിയേഷൻ പുറത്തേക്ക് വിടും. എന്നിട്ട് നിക്കൽ 60 എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി ഉള്ള അവസ്ഥയിലേക്ക് എത്തും. ഇവിടെ ആളുകൾക്ക് സ്റ്റാർ ഉണ്ട്, താഴത്തിരിക്കുന്ന ആൾക്ക് സ്റ്റാർ ഇല്ല. വരയ്ക്കുമ്പോൾ അങ്ങനെ കാണിക്കുക. ഇയാളുടെ എനർജി, അധികമുള്ള എനർജി ഒക്കെ റിലീസ് ചെയ്തിരിക്കുന്ന ഗാമ റേഡിയേഷൻ ആയിട്ട് സ്റ്റെബിലിറ്റി ഉള്ള അവസ്ഥയിലേക്ക് ന്യൂക്ലിയസ് എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഹൈ എനർജി ഗാമ റേഡിയേഷന്റെ രൂപത്തിൽ വിട്ടുകൊണ്ട് അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗാമ ഡീകെ. These are the important decays in radioactivity. ഏതൊക്കെയാ? ആൽഫ ഡീകെ, ബീറ്റ ഡീകെ, 2 എണ്ണം, നെഗറ്റീവ് ബീറ്റ ഡീകെ, പോസിറ്റീവ് ബീറ്റ ഡീകെ, the last one is gamma decay. Next topic നോക്കാം, ന്യൂക്ലിയർ ഫിഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോസസ് അല്ലെ. അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവയെ മാസ് നമ്പർ കുറഞ്ഞ ബിറ്റ്വീൻ 30 and 170 റേഞ്ചിലേക്ക് വരാൻ ശ്രമിക്കും. അവിടെയാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വില കൂടുതലുള്ളത്. അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് മാസ് നമ്പർ കുറച്ചുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. The process in which a heavier nucleus split into 2 or more lighter nucleus with the liberation of energy, with the liberation of huge amount of energy is known as nuclear fission. വലിയ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസുകൾ സ്വയം വിഭജിച്ച് മാസ് നമ്പർ കുറഞ്ഞ റേഞ്ചിലേക്ക് വരികയും അതിന്റെ ഭാഗമായി ഒരുപാട് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. സാധാരണയായിട്ട് നമ്മൾ ന്യൂക്ലിയർ ഫിഷന്റെ റിയാക്ഷൻ പറയുന്നത് 92 യുറേനിയം 235 when bombarded with the neutron you gives barium plus plutonium 141 92 46 36 plus 30N1 plus 200 mega electron volt energy. Barium 46 തന്നെയാണ് തോന്നുന്നു നോട്ട് ഫ്യൂഷൻ. Barium 56, plutonium 36. 56 36. നോക്കുക, യുറേനിയം ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് കൂട്ടിയിടിപ്പിച്ചു കഴിഞ്ഞാൽ when you bombard uranium nucleus, heavy mass number bombarded with a neutron, it become unstable and it is split into 2 daughter nucleus, barium and plutonium, and 3 neutrons are liberated in this process. At the same time, a huge amount of energy is released. That is the importance of this type of reaction. വലിയൊരു ന്യൂക്ലിയസ് മുറിഞ്ഞ് 2 ചെറിയ ന്യൂക്ലിയസുകളായി മാറുകയും അതിൻ്റെയോടൊപ്പം ഒരുപാട് ഊർജ്ജം റിലീസ് ചെയ്യുകയും ചെയ്യുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ. ഇതിൽ 3 ന്യൂട്രോണുകളെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂട്രോൺ മതി 92 യുറേനിയം 235 പൊട്ടിക്കാൻ. ഈ പുറത്തേക്ക് വരുന്ന ന്യൂട്രോണിന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുക തെർമൽ ന്യൂട്രോൺസ് എന്നാണ്.
തെർമൽ ന്യൂട്രോണുകളുടെ സ്പീഡ് കുറച്ചെങ്കിൽ മാത്രമേ കൃത്യമായി പോയിന്റിൽ നിങ്ങൾക്ക് കൊളീഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ മോഡറേറ്ററിലൂടെയൊക്കെ കടത്തി വിട്ടുകൊണ്ട് ന്യൂട്രോൺസിന് അടുത്ത യുറേനിയം ന്യൂക്ലിയസുകളെ കൂട്ടിയിടിപ്പിക്കാൻ വിടാം. എത്ര ന്യൂക്ലിയസുകളുമായി കൂട്ടിയിടിപ്പിക്കാം? 3 ന്യൂക്ലിയസുകളുമായി കൂട്ടിയിടിപ്പിക്കാം. ഓരോന്നിൽ നിന്നും 3 എണ്ണം വെച്ച് ന്യൂട്രോൺസ് പിന്നെയും പുറത്തേക്ക് വരും. അങ്ങനെ വിത്തിൻ നോ ടൈം, വളരെ ചെറിയ സമയം കൊണ്ട് ഈ ന്യൂട്രോൺസിന്റെ എണ്ണം ഒരുപാട് വർദ്ധിക്കുകയും അത് എൻ്റയർ യുറേനിയം ന്യൂക്ലിയസിനെ ഫിഷന് വിധേയമാക്കുകയും ചെയ്യും. അങ്ങനെ വിധേയമാക്കിയുള്ള കുഴപ്പം എന്താ വെച്ചെങ്കിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒറ്റ ന്യൂക്ലിയസാണ് പുറത്തേക്ക് വരുന്നത്, ഒറ്റ യുറേനിയം ന്യൂക്ലിയസാണ് പുറത്തേക്ക് വരുന്നത്. 1 കിലോഗ്രാം യുറേനിയം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള എനർജി റിലീസ് ചെയ്യപ്പെടും. That huge amount of energy releasing due to this process that will act as a bomb. വളരെ ഉയർന്ന ഊർജ്ജത്തിന്റെ റിലീസ് ആവുന്നത് നമ്മൾ എന്താ വിളിക്കുന്ന ബോംബ് എന്നാ പറയാം. അപ്പോൾ ഈ രീതിയിൽ ന്യൂട്രോണുകളുടെ ഫിഷൻ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, യുറേനിയം ന്യൂക്ലിയസിന്റെ ഫിഷൻ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, the uncontrolled fission is known as nuclear chain reaction. 1 3 ആവും, 3 9 ആവും, 9 27 ആവും എന്നുള്ള രീതിയിൽ ചെയിൻ ആയിട്ട് ഇത് വർദ്ധിപ്പിച്ചു പോയാൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷനെ ഫിഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഫിഷൻ പിന്നെ വളരെ വലിയ എനർജി റിലീസിങ്ങിലെ അവസാനിക്കുള്ളൂ. that will become act as a bomb which is known as atom bomb. ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ ശരിക്കും പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഒന്നും കൂടി ശരിക്കും പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആണ് ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട്. എന്നാൽ ഈ കൊളീഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നടത്താൻ പറ്റുമെങ്കിൽ, വല്ല ഡിവൈസും ഉണ്ടെങ്കിൽ, ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ദാറ്റ് കൺട്രോൾഡ് റിയാക്ടിംഗ് ഡിവൈസ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ റിയാക്ടർ. ഈ പറയുന്ന ന്യൂട്രോണിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് പോവാതെ നിലനിർത്തി കുറച്ചു പേരെയൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ ഒരു ഉപകരണം ഉണ്ടായാൽ ഇതിന്റെ ഭാഗമായി റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ന്യൂട്രോണിന്റെ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസിന്റെ പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ രാജ്യങ്ങളിൽ ഇഷ്ടക്കണക്കിന് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ട്. ചില പ്രശ്നങ്ങൾ നമ്മൾ അതിനെ കേൾക്കുന്നുണ്ട്. എങ്കിലും ഭാവിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ന്യൂക്ലിയർ റിയാക്ടർ തന്നെയാണ്. മറ്റുള്ള റിസോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന എനർജി നമുക്ക് സഫീഷ്യന്റ് അല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനർജിക്കെങ്കിലും ഇതേ നിവൃത്തിയുള്ളൂ. എന്നാൽ വേറെ ഒരു പ്രോസസ് ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂഷൻ തന്നെ കൂടിച്ചേരല. ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തിട്ട് വലിയ ന്യൂക്ലിയസുകളായി മാറുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഉയർന്ന ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പൊ അവയ്ക്ക് മാസ് നമ്പർ കുറച്ചും കൂടിയും സ്റ്റെബിലിറ്റി കിട്ടുന്ന റേഞ്ചിലേക്ക് വരാൻ പറ്റും. ഈ ഫിഷൻ ആയാലും ഫ്യൂഷൻ ആയാലും ശരി, ഇതൊക്കെ നടത്തുന്നത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിക്കാണ് കേട്ടോ. അത് മനസ്സിലാക്കിക്കൊള്ളണം. മാസ് നമ്പർ ബിറ്റ്വീൻ 30 and 170 റേഞ്ചിലേക്ക് വരാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 30ന്റെ താഴെ വരുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് പീക്ക് വരുന്നുണ്ട് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വില അതാണ് ഹീലിയം. അതുകൊണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഹീലിയം ന്യൂക്ലിയസ് ആയി മാറുകയും ഉയർന്ന രീതിയിലുള്ള എനർജിയെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടു ലൈറ്റർ ന്യൂക്ലിയസ് combine to form a heavier nucleus with the liberation of a huge amount of energy, 24 mega electron volts. അവിടെ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെങ്കിലും പെർ ന്യൂക്ലിയോൺ ബൈ 235 എടുക്കുമ്പോൾ വളരെ കുറവാണ്. ഇവിടെ അങ്ങനെയല്ല, 24 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ ന്യൂക്ലിയോൺ ബൈ 2 വളരെ വലിയതാണ് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ പെർ ന്യൂക്ലിയോൺ ബേസിൽ എനർജി റിലീസ് ചെയ്യുന്ന വില ന്യൂക്ലിയർ ഫിഷനേക്കാൾ കൂടുതലാണ്. പക്ഷെ ഒരു പ്രോസസ് ലൈറ്റർ ന്യൂക്ലിയസുകൾ കൂട്ടി യോജിപ്പിച്ച് ഹെവിയർ ന്യൂക്ലിയസ് ആവണമെങ്കിൽ വലിയ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. 10⁷ കെൽവിന്റെ അടുത്ത് ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. സൂര്യന്റെ കോറിന്റെ ഒക്കെ ടെമ്പറേച്ചർ അതാണ്. ഈ ടെമ്പറേച്ചറിൽ ഈ പ്രോസസ് നടക്കുള്ളൂ. അതുകൊണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി കിട്ടുവാനുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്നാണ്. അതിന് ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. So fission and fusion processes are also used for energy releasing, but the main condition is they are used for getting stability. ന്യൂക്ലിയസുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടാനുള്ളതാണ്. ലൈറ്റർ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഹെവിയർ ആവുന്നതിനെ ഫ്യൂഷൻ എന്നും, ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിട്ട് ലൈറ്റർ ന്യൂക്ലിയസുകളായി മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫിഷൻ പ്രോസസ് എന്ന്. Okay, these are the important topics in the chapter nuclei.
ന്യൂക്ലിയൈ എന്നുള്ള ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് എടുത്തത്. ആദ്യത്തെ വീഡിയോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ വീഡിയോ ഇതാ വന്നിരിക്കുന്നു. ഇതിന്റെ പ്രോബ്ലംസ് ആണ്, പരീക്ഷ ആകുമ്പോഴേക്കും നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇടയ്ക്ക് ഫിസിക്സിന്റെ വീഡിയോസ് കൂടി കാണുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. നോൺ ഫോക്കസ് ഏരിയയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചാപ്റ്ററിന്റെയും നോൺ ഫോക്കസ് ഏരിയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഈ ഫൈനൽ ഡിസ്കഷനിൽ അത് കവർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.